കൊടുത്തൂടെ? 1.5 രൂപ 1.25 ലക്ഷം രൂപയല്ലേ ആവുള്ളൂ. പടച്ചവന് 50 ലക്ഷവും 1 കോടിയും തരുമ്പം അതിൽ നിന്ന് 2.5 ലക്ഷം അള്ളാഹ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. ഗവൺമെന്റിന് 30 ലക്ഷം 1 കോടി രൂപ സമ്പത്തുള്ളവൻ അവൻ ഗവൺമെന്റിന് 30 ലക്ഷം കൊടുക്കാൻ അവനൊരു പേടിയില്ല. അവൻ പേടിക്കുന്നു, ഈടിയെ അവൻ പേടിക്കുന്നു, അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയും. നാളെ ആഖിറത്തിൽ 50,000 വർഷം നാളെ മഹ്ശറയിൽ ഈ സക്കാത്ത് കൊടുക്കാത്തവൻ റബ്ബിന്റെ കോടതിയിൽ പിടി വീണിട്ട് ഗതിയില്ലാതെ നിൽക്കേണ്ട ഗതികേടിലേക്ക് അവൻ എത്തുന്ന കാര്യത്തെ അവൻ ഭയപ്പെടുന്നില്ല. ഈടിയെ അവൻ ഭയപ്പെടുന്നു, സമ്പത്ത് അവൻ മാറ്റുന്നു. ഒരു ഈടിയെ നീ പേടിക്കണ്ട. അള്ളാന്റെ മാർഗത്തിൽ നിന്റെ സമ്പത്ത് ഹലാലായതാണെങ്കിൽ അതിൽ നിന്ന് 2.5% നീ മാറ്റിവെച്ചോ. വല്ലാഹി സത്യം, നിന്റെ സമ്പത്തിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് നമ്മൾ കൊടുക്കാതെ വന്നപ്പോൾ പടച്ചവൻ ദുനിയാവിൽ വെച്ച് തന്നെ നിന്നെ അള്ളാഹു തആല പീഡിപ്പിക്കാൻ തയ്യാറായി. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ നബി തങ്ങൾ പറഞ്ഞു, മറർതു അലാ ഖൗമിൻ, ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ ഞാൻ പോയി. അലാ അദ്ബാരിഹിം റിഖാഉൻ വഅലാ അഖ്ബാലിഹിം റിഖാഉൻ യുസ്റഹൂന കമാ തുസ്റഹുൽ അൻആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ് ഒരു വിഭാഗം ആളുകൾ, അവരുടെ മുൻഭാഗത്തും ഒന്നുമില്ല, പിൻഭാഗത്തും ഒന്നുമില്ല, മൃഗങ്ങളെ പോലെ വെറും നഗ്നരായിട്ട് തോലുകൾ കൊണ്ട് മാത്രമുള്ള ഒരു വേഷം. യുസ്റഹൂന കമാ തുസ്റഹുൽ അൻആം, മൃഗങ്ങൾ മേയിക്കപ്പെടുന്നത് പോലെ, മൃഗങ്ങളെ മേയിക്കപ്പെടുന്നത് പോലെ അവരിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ മേയുന്നതെന്ന് അറിയോ? വലിയ വലിയ പൂന്തോപ്പിലോ പൂന്തോട്ടത്തിലോ അല്ല. വറൽഫി ജഹന്നം, നരകത്തിന്റെ ചുട്ടുപഴുത്ത കല്ലുകൾ തിന്നുന്നു. വസ്സഖൂം, നരകത്തിൽ നിന്നും വളർന്നു വരുന്ന ആ വലിയ വൃക്ഷം, മുള്ളിന്റെ വൃക്ഷം അവർ തിന്നുന്നു. നരകത്തിൽ നിന്നുമുള്ള മുള്ളുകളും നരകത്തിന്റെ വൃക്ഷങ്ങളും നരകത്തിന്റെ തീജ്വാലയാൽ പഴിപ്പിക്കപ്പെട്ട കല്ലുകളുമാണ് ഈ മൃഗങ്ങളെ പോലെ ഈ മനുഷ്യർ മേഞ്ഞു തിന്നുന്നത്. ഖുൽതു മാ ഹൗലാഇ യാ ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് ഈ വിഭാഗം? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു, ലാ യുഅദ്ദൂന സദഖാതി അംവാലിഹിം, ദുനിയാവിൽ സമ്പത്തിന്റെ അതിപ്രസരത്തിൽ ജീവിച്ച സമ്പന്നന്മാരാണ്. പാവപ്പെട്ടവന്റെ അവകാശമായ 2.5% കൊടുക്കാതെ ആ സമ്പത്ത് പോലും അവന്റെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ചെലവ് ചെയ്ത് കഴിഞ്ഞുകൂടിയവനാണ് പ്രവാചകരെ. അങ്ങനെ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ടവർ എത്രത്തോളം എന്ന് വെച്ചാൽ 50,000 വർഷം മഹ്ശറയിലെ ഹിസാബ് തീരുന്നത് വരെ ഇവരുടെ അവസ്ഥ ഇതായിരിക്കും. ഫയറാ സബീലഹു ഇമ്മാ ഇലന്നാർ വ ഇമ്മാ ഇലൽ ജന്ന, ഒന്നുകിൽ ഇവർക്ക് തീരുമാനം വരുന്നത് വരെ ഇവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ തീരുമാനം വരുന്നത് വരെ ഇവർ ഈ ആഖിറത്തിൽ മഹ്ശറയിൽ മേഞ്ഞുകൊണ്ടിരിക്കും. ഇത് ദുനിയാവിൽ സക്കാത്ത് കൊടുക്കാത്ത വിഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കൊടുത്തു. സഹിയായ ഹദീസാണ്. 2.5% കൊടുക്കാതെ ഒരു വിളച്ചിലും കാണിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഇത് കൊടുക്കാതെ നമ്മൾ മരിച്ചുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ ഒരു വിലയും ഒരു നിലയും അവൻ നൽകൂല. നമസ്കരിക്കാൻ നമ്മൾ എത്ര നിർബന്ധം കാണിക്കുന്നു, ഇതേപോലെ 48,000 രൂപ അതിന് മുകളിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളീൻ. നിങ്ങളുടെ കൈവശമുണ്ടോ? സാധുവിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇത് സക്കാത്താണ്, എൻ്റെ വിഹിതമാണെന്ന് പറഞ്ഞ് കൊടുക്കുക. അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. നിന്റെ കുടുംബക്കാരെ, പാവപ്പെട്ട നിന്റെ കുടുംബത്തിലുള്ള സാധുക്കളെ പോയി കാണ്, അവർക്ക് നീ കൊണ്ട് കൊടുക്ക്. നിന്റെ മനസ്സിൽ നിന്ന് സക്കാത്ത് എടുത്തു മാറ്റി വെച്ചിട്ട് കൊടുക്ക്. നമുക്ക് എത്ര വലിയ സമ്പത്ത് അല്ലാഹു തന്നത്. കണക്ക് കൂട്ട് മൊത്തം. വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരാണോ? അതിൽ നിന്ന് കൊടുക്കണം സക്കാത്ത്. സ്ഥലം കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിട്ടിട്ടുണ്ടോ? കൊടുക്കണം. ബിൽഡിംഗ് വാങ്ങിയിട്ടിട്ടുണ്ടോ? കച്ചവട ആവശ്യാർത്ഥം വാങ്ങിയിട്ടുണ്ടോ? കൊടുത്തേ പറ്റൂ. ഇനി കച്ചവടത്തിനൊന്നുമല്ല, എനിക്ക് ജീവിക്കാനാണ്, സൂഹിക്കാനാണ്, 100 ഏക്കറുണ്ട്, നീ 1 രൂപയും കൊടുക്കണ്ട. അത് കച്ചവടം ചെയ്യരുത്, അത് നീ സൂഹിക്കണം. 100 ഏക്കർ എനിക്കുണ്ട്, ഞാൻ കച്ചവടം ചെയ്യാനൊന്നുമില്ല, എനിക്ക് അത് സമ്പാദിക്കാനാണ്, എനിക്ക് കൃഷി ചെയ്യാനാണ്. ഇനി കൃഷി ചെയ്താൽ തന്നെയും 10ൽ 1 കൊടുക്കണം. 10 തേങ്ങ ഇട്ട 1 തേങ്ങ കൊടുക്കണം. നിയമം അതാണ്. 10 തേങ്ങ ഇട്ട 1 തേങ്ങ കൊടുക്കണം. നമ്മളെവിടെ കൊടുക്കുന്നു? 10 കിലോ ഏലക്ക എടുത്ത 1 കിലോ ഏലക്ക കൊടുക്കണം. 1 കിലോ ഏലക്ക, 1 കിലോ ഏലക്ക എത്ര രൂപ? അല്ലെങ്കിൽ നീ അത് കണക്ക് കൂട്ട്.
സ്വന്തം വിളയാണെങ്കിൽ, കച്ചവടക്കാരുടെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിന് കണക്ക് കൂട്ടിയാൽ മതി. ഇനി സ്വന്തം, നമ്മളിപ്പോൾ 100 ഏക്കറുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഞാനിങ്ങനെ കൃഷി ചെയ്യുകയാണ്, ആ കൃഷിയിടത്തിൽ നിന്ന് നീ 10-ൽ 1 കൊടുക്കണം. 10 മരച്ചീനി എടുത്ത ഒരു കിലോ മരച്ചീനി 10 ഒരു മൂട് നീ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണം. 10 ചക്ക എടുത്ത 1 കൊടുക്കണം. ഇതൊക്കെ അള്ള നമുക്ക് തരുന്നതല്ല ബിവേ. ഈ 10-ൽ 1 കൊടുത്താൽ എന്താ നമുക്ക് കുറയാനാ? എന്ത് കുറയാനാ? ഒന്ന് കൊടുത്തു നോക്ക്. ഈ സാധുക്കൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ എത്ര പാവപ്പെട്ടവർ, അക്ഷരങ്ങൾ, ആലംബഹീനർ നമ്മുടെ നാട്ടിലുണ്ട്. നീ അവർക്ക് മനസ്സിലാക്കോട്. അല്ലാതെ ഇതിൻ്റെയൊക്കെ സക്കാത്തിൻ്റെ പൈസ നീ ഇപ്പോൾ ഒരു പാത്രത്തിലിട്ട് രാവിലെ വരുമ്പോൾ എല്ലാവർക്കും 10 രൂപ 20 രൂപ 30 രൂപ അങ്ങനെ ഒന്നും നീ പിച്ചച്ചട്ടിയിൽ വാരി എറിഞ്ഞിട്ട് കൊടുക്കണ്ട. സക്കാത്തിൻ്റെ കണക്ക് നീ കൂട്ടിയിട്ട് ഒന്നുകിൽ ഉത്തരവാദിത്തപ്പെട്ട പള്ളിയുടെ മഹല്ലുകാരെ നീ ഏൽപ്പിക്ക്, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൈകളിൽ ഏൽപ്പിച്ച് അതിന് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നീ കൊണ്ടെത്തിച്ചു കൊടു. നമ്മുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ അർഹതയൊന്നുമില്ല. സ്റ്റാഫ് ഒരു മാസം അവൻ്റെ കയ്യിൽ നല്ല വരുമാനമുള്ളവനായിരിക്കും. എല്ലാവരും സക്കാത്ത് കടയിലത്തെ സ്റ്റാഫന്മാർക്ക് കൊടുക്കും. അതാകുമ്പോൾ കുഴപ്പമില്ല, നല്ലപോലെ അടുത്ത വർഷം കൂടെ അവൻ പണിഞ്ഞോളൂല്ലോ. അവന് 2 മോട്ടോർ സൈക്കിൾ ഉള്ളവനായിരിക്കും. വീട്ടിൽ 3 TV കാണും, 2 AC കാണും. അവനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. സ്റ്റാഫല്ലേ സ്റ്റാഫ്. അവൻ അർഹനാണെങ്കിൽ, അല്ലാതെ അവൻ അർഹനാണെങ്കിൽ കൊടുക്കാം. അർഹനല്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അവൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കരുത്. ഒരു കാരണവശാലും ഏൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു ഹദീസിൽ കാണാം, സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ അള്ളാന്റെ അടുക്കൽ അവന്റെ സ്ഥാനം യഹൂദി നസ്രാണിയുടെ സ്ഥാനമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമായിട്ട് മണക്കാട് പള്ളിയുടെ ഖബർസ്ഥാനി അവന്റെ മയ്യത്ത് കൊണ്ടുവെക്കും. അള്ളാന്റെ കോടതിയിൽ ഇവൻ എഴുന്നേൽക്കുന്നത് ജൂത നസ്രാണിയായിട്ടായിരിക്കും. കോടാനുകോടി ഉണ്ടായിട്ട് പിടിച്ചു വെച്ചവൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാത്തവൻ ബിമൻസിലത്തിൽ യഹൂദി വൻ നസാറ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചവൻ നരകത്തിലാണവൻ. ആരെങ്കിലും അവന്റെ സമ്പത്തിൽ അവന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ സക്കാത്തിന്റെ ഹക്ക് അവൻ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഫഅല്ലാഹു അൻഹു അദാബൽ ഖബർ. അല്ലാഹു തആല അവന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ആ ഖബറിന്റെ അദാബ് അല്ലാഹു തആല മാറ്റും. വഹറമ ലഹ്മഹു അലന്നാർ. അവന്റെ ശരീരം, അവന്റെ മജ്ജയും മാംസവും നരകത്തിന്റെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കും. നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബില്ലാതെ അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വലാ യസിൽഹു അത്ശുൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ദാഹത്തിന്റെ ഒരംശം പോലും അവനെ പിടികൂടുകയില്ല, ദാഹിക്കുകയില്ല. 50,000 വർഷം ഇനി അവിടെ നിന്നാൽ അവൻ ദാഹിക്കുകയില്ല. സക്കാത്തിന്റെ വിഹിതം ഈ ദുനിയാവിൽ കൊടുത്തു വീടുന്നവൻ ആഖിറത്തിൽ അല്ലാഹു തആല അവന് നൽകുന്ന ഗുണം ഇതാണ്. സക്കാത്ത് കൊടുക്കാതെ മരിച്ചാൽ വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅതൂന സക്കാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ആഖിറത്തിൽ കുഫാറുകൾ നരകത്തിൽ കിടക്കുന്നത് പോലെ, അല്ലാഹയെ നിഷേധിച്ചു കഴിഞ്ഞവനെ പോലെ സക്കാത്ത് എന്ന് പറയുന്ന ഫർളായ ബാധ്യത, കടമ, പാവപ്പെട്ടവന്റെ അവകാശം, സമ്പന്നന്റെ ഔദാര്യമല്ല. ആ പണം കൊടുക്കാതെ ദുനിയാവിൽ മരിച്ചാൽ അവൻ മുശ്രിക്കായിട്ടായിരിക്കും പോവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത്ര വളരെ ഗൗരവമേറിയ വിഷയം. ഇനിയും ഹദീസുകളുടെ സമയമില്ലാത്തത് കൊണ്ട് നിർത്താണ്. വൈകിട്ടത്തെ ക്ലാസ്സിൽ ഞാൻ ബാക്കി ഇതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, കാലു പിടിച്ചു പറയുന്നു, ഫർള് നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ, ഫർള് നോമ്പ് എങ്ങനെ നിർബന്ധമാണോ, അതേപോലെ സമ്പത്തുള്ളവന്റെ മേൽ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു കടമയാണ്, കടപ്പാടാണ്. പാവപ്പെട്ടവന്റെ അവകാശവുമായി നമ്മുടെ സമ്പത്ത് കൂട്ടിക്കുഴയ്ക്കാതെ ആ പണം അവരുടെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണേ. അതിന് റമദാൻ മുതൽ കണക്ക് കൂട്ടി നിങ്ങളുടെ കടയുടെയും നിങ്ങളുടെ വീടിൻ്റെ വാടക വീടുകളുടെയും സമ്പത്തും കച്ചവടത്തിന് വാങ്ങിയിട്ട സാധനങ്ങളും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടൊരു വിഹിതം ആ പാവപ്പെട്ടവർക്ക് എത്തിച്ചുകൊട്. എന്നാൽ കച്ചവടക്കാർക്കൊക്കെ ബർക്കത്തുണ്ടാവും, മൊത്തം ബർക്കത്തുണ്ടാവും. കടം എന്ന് പറഞ്ഞിട്ട് കല്ലേ, എന്തിനാ കടം വന്നത്? സാധനം എടുത്തതിൻ്റെ കടമല്ലേ, അല്ലാതെ നിനക്ക് ഗതിയില്ലാതെ വീട് വെക്കാൻ പൈസ എടുത്തതിന് കടമൊന്നുമല്ലല്ലോ. സാധനം ഹിമാചൽ പ്രദേശിൽ നിന്ന് ആപ്പിൾ ഇറക്കിയതിൻ്റെ കടവാ, അതിൻ്റെ കടമാണ് സംഭവം. അല്ല വേറെ കടം കടന്നുകൊണ്ട് കാര്യമില്ല. 5 കോടിക്ക് കെട്ടിടം ഉണ്ടാക്കിയതിൻ്റെ കടമാണ്. എന്തിനു വേണ്ടി ഉണ്ടാക്കിയ അതൊന്നും കടമായിട്ട് പരിഗണിക്കില്ല. മര്യാദയ്ക്ക് കൊടുത്ത് വീട്, മര്യാദയ്ക്ക് ഇടപാടുകളെല്ലാം ക്ലിയറാക്കിയാൽ സ്വസ്ഥമായി നമുക്ക് മരിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആയത്തുകളും ഹദീസുകളും ഉണ്ട്, സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അതുകൊണ്ട് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് 2.5% അല്ലാഹ് പറയുന്നത്, അത് നിങ്ങൾ ഏൽപ്പിക്കണേ, കൊടുത്തുവിടണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹക്കുകൾ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.